ഗ്രീഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊമെൻറ്റം എന്താണെന്നും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്താണെന്നുള്ള കാര്യം പഠിച്ചു. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയായിരിക്കും അല്ലേ. ഒന്ന്, എന്താണ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ഫോഴ്സിൻ്റെ ടൈപ്പ് എന്തൊക്കെയാണ്, ഫോഴ്സ് നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാം, മൂവ് ചെയ്യുമെന്നറിയാം. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെസ്റ്റിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ പറ്റും. അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് കൊണ്ടുവരാനൊക്കെ നമുക്ക് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം മൂവ് ചെയ്യുന്നുണ്ട് എന്നതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എന്തെന്ന് വിളിച്ചത്, മൊമെൻറ്റം എന്ന് വിളിച്ചത്. ഓർമ്മയുണ്ടാവുമല്ലോ, മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മാസിനെ അതിപ്പോൾ സഞ്ചരിക്കുന്ന വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മൊമെൻറ്റം കിട്ടുന്നത്. അപ്പോൾ ന്യൂട്ടൻ്റെ ലോസിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അത് നമ്മൾ എന്താണെന്ന് പഠിച്ചു. ഒബ്ജക്റ്റ് റെസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ റെസ്റ്റ് ഇരിക്കും, മോഷനിലാണെങ്കിൽ മോഷൻ ഇരിക്കും, എപ്പോഴേ പുറത്തു നിന്നൊരു ഫോഴ്സ് വരുന്നവരെ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയെ പറ്റിയാണ്. എന്തിനെ പറ്റിയാണ്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനെ പറ്റിയാണ്. നിങ്ങൾ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ എന്താ പറഞ്ഞത്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ റെസ്റ്റിലിരിക്കും എപ്പോൾ വരെ, പുറത്തു നിന്നൊരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ ആ ഒബ്ജക്റ്റ് ഇരിക്കും. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, അത് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ രണ്ടാം ലോയിൽ പറഞ്ഞത്, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു അല്ലേ, നമ്മൾ എല്ലായ്പ്പോഴും ഒരേ ടൈപ്പ് ഫോഴ്സ് അല്ലല്ലോ കൊടുക്കുന്നത്, ഫോഴ്സ് നമ്മൾ മാറും. അപ്പോൾ ഫോഴ്സ് മാറുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനും എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും. ആണോ അല്ലേ? ആണ്. ഒരു ചെറിയ ബോൾ ഇരിക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളൊരു വടി, ഒരു കമ്പ്, ഒരു ബാറ്റ് കൊണ്ട്, ബാറ്റ്, ഈ ബാറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ ബോളിനെ അടിക്കുന്നു എന്ന് വിചാരിക്കുക. പതുക്കെയാണ് അടിക്കുന്നതെങ്കിൽ ബോൾ പതുക്കെ ഉരുണ്ടു പോകും. നല്ല ഫോഴ്സിലാണ് അടിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ബോൾ സ്പീഡിൽ ഉരുണ്ടു പോകും. ആണോ അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ, ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ആദ്യം ഇനീഷ്യൽ മൊമെൻറ്റോ ഫൈനൽ മൊമെൻറ്റോ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന മൊമെൻറ്റ് ചിലപ്പോൾ റെസ്റ്റ് ആയിരുന്നുകൊണ്ട് 0 ആയിരുന്നിരിക്കും. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് എൻ്റെ മൊമെൻറ്റം എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. അപ്പോൾ ആലോചിച്ച് നോക്കി, ചെറിയ ഫോഴ്സ് കൊടുത്തപ്പോൾ മൊമെൻറ്റം ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു, വലിയ ഫോഴ്സ് കൊടുത്താൽ മൊമെൻറ്റം എന്ത് ചെയ്യും, നന്നായിട്ട് ചേഞ്ച് ചെയ്യും. ആണോ അല്ലേ? അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റത്തിലുണ്ടാവുന്ന മാറ്റം ആരനുസരിച്ചാണ്, അവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ചാണ്. ആണോ അല്ലേ? ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, ഒരു ക്രിക്കറ്റ് കളി നടക്കുകയാണ്, നിങ്ങൾ ബാറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നു, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്ലെയർ വിരാട് കോഹ്ലിയോ ധോണിയോ ആരും ആയിക്കോട്ടെ, അവർ നിൽക്കുകയാണ്. രണ്ടുപേരും ഒരു ബോളിനെ ബൗണ്ടറിയിലോട്ട് 6 അടിക്കാനായിട്ട് നോക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ, നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കും ഈ പറയുന്ന പ്രൊഫഷണൽ കളിക്കാർ കൊടുക്കുന്നത്. അത്രത്തോളം തന്നെ ആയിരിക്കും ആ ബോളിൻ്റെ എന്ത് മാറുന്നത്, മൊമെൻറ്റം മാറുന്നതും അല്ലേ. നിങ്ങൾ ഒരു സാധാരണ നമ്മൾ സ്റ്റിച്ച് ബോളൊക്കെ നിങ്ങൾ കളിച്ച് നമ്മൾ ക്രിക്കറ്റിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ബോളില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. നല്ല വെയിറ്റാണ്, നമ്മൾ കാണുന്ന റബ്ബർ ബോൾ പോലെ അല്ല. അതൊക്കെ ഈ കാണുന്ന പോലെ ദൂരോട്ടൊക്കെ 6 അടിക്കണമെങ്കിൽ നല്ല ഫോഴ്സ് എന്ത് ചെയ്യണം, കൊടുക്കണം. അങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്, നമ്മൾ പറയും ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നു, നല്ല സ്പീഡിൽ പോയി എന്ന് പറയും. അപ്പോൾ ആ സ്പീഡ് അല്ലെങ്കിൽ ആ പറയുന്ന വെലോസിറ്റി കൂടി ചേർത്താണല്ലോ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മൊമെൻറ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം, എന്താ ഇപ്പം ഇത്രയും നേരം പറയാം, നമ്മൾ ചുരുക്കി എങ്ങനെ പറയും, ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് എത്രയാണോ അതനുസരിച്ചായിരിക്കും ആ ഒബ്ജക്റ്റിനെ എന്ത് ചേഞ്ച് ചെയ്യുന്നത്, മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ലോജിക്ക് തന്നെ ആലോചിക്കാൻ പറ്റും അല്ലേ. ചെറിയൊരു ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് മൂവ് ചെയ്യും, വലിയൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വലുതായിട്ട് മൂവ് ചെയ്യും. ചെറുതായിട്ട് മൂവ് ചെയ്യുമ്പോൾ ചെറിയ ചേഞ്ച് ഇൻ മൊമെൻറ്റം, വലുതായിട്ട് മൂവ് ചെയ്യുമ്പോൾ വലിയ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇത് തന്നെയാണ് ന്യൂട്ടണും പറഞ്ഞത്. എന്താണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റത്തിലുണ്ടാവുന്ന ചേഞ്ച് സമയത്തിനനുസരിച്ച് നമ്മൾ തന്നെ എന്താ വിളിക്കുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റത്തിലുണ്ടാവുന്ന ചേഞ്ച് അഥവാ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സിന് എന്തായിരിക്കും, ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ പറഞ്ഞ കാര്യം. എന്താണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റത്തിലുണ്ടാകുന്ന മാറ്റം നമ്മളവിടെ എത്ര ഫോഴ്സ് കൊടുക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ എന്ത് ചേഞ്ച് ചെയ്യുന്നത്, മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ എഴുതുന്നത്,
ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? എന്താണിത്? ഇതാണ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലേ? മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് എന്ത്? ചേഞ്ച് ഇൻ മൊമെൻറ്റം. ന്യൂട്ടൺ പറഞ്ഞു ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? അവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി കൂടെ എഫ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറി നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവരികയാണ് കെ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ മൊമെൻറ്റം ചേഞ്ച് ചെയ്യും, പക്ഷേ എത്ര ഫോഴ്സ് കൊടുക്കുമ്പോൾ എത്ര മൊമെൻറ്റം ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ അളവും മൊമെൻറ്റത്തിൻ്റെ അളവും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതിനാണ് നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. ആ ബന്ധം എത്രയാണോ നമുക്കറിയത്തില്ല. അതിനാണ് തൽക്കാലം നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഒരു കോൺസ്റ്റൻറ്റ്, എന്തോ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ഉണ്ട്, നമുക്കത് ഇപ്പോൾ വ്യക്തമായിട്ടില്ല, പിന്നീട് എന്ത് ചെയ്യും? വ്യക്തമാവും. അതാണ് ഈ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എന്താണ് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വി മൈനസ് യു ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ആക്സിലറേഷനാണ്. സോ നമുക്ക് എഴുതിക്കൂടെ എഫ് ഈസ് ഈക്വൽ ടു എം എ. ഈ കെ ഇവിടെ കിടന്നോട്ടെ, ഇനി കെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതണമെങ്കിലും കുഴപ്പമില്ല. തൽക്കാലം ഞാൻ കെ അങ്ങ് എഴുതുന്നില്ല, ഞാൻ എന്ത് മാത്രമേ എഴുതുന്നുള്ളൂ? എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് എഴുതുന്നു. ഇതാണ് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഒരു ഒബ്ജക്റ്റ് നടക്കുന്ന ഫോഴ്സാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ചോദിക്കും സെക്കൻഡ് ലോ എന്തിനെ പറ്റിയാണ് പറയുന്നത്? സെക്കൻഡ് ലോ നമ്മളെ എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? മെഷർ ചെയ്യാൻ സഹായിക്കുന്നു. ആര് മെഷർ ചെയ്യാൻ? ഫോഴ്സിനെ മെഷർ ചെയ്യാൻ. അപ്പോൾ ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഫോഴ്സ് ഒബ്ജക്റ്റിൽ എന്ത് ചെയ്യുമെന്ന് പഠിച്ചു. രണ്ടാം നിയമത്തിലൂടെ നമ്മൾ ഫോഴ്സ് എങ്ങനെ അളക്കാമെന്നും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഹൗ ടു മെഷർ ഫോഴ്സ് അല്ലെ, ഹൗ ടു മെഷർ ഫോഴ്സ് എന്ന് പറഞ്ഞ നിയമം ഏതാണ്? അത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ്. എന്താ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ പറഞ്ഞത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഇതാണെന്ത്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ പറഞ്ഞേക്കുന്നത്? ശ്രദ്ധിച്ചേ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് വെച്ചാൽ എന്താണ്? എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. അതിനെ തന്നെ നമുക്ക് എം ഇൻറ്റു എ എന്ന് വിളിക്കാം. അപ്പോൾ ന്യൂട്ടൻ്റെ നിയമം അനുസരിച്ച് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം എ. എഴുതിക്കൂടെ? ഇതിൻ്റെ രീതിയാണ് ഞാനിവിടെ വിശദമായിട്ട് എഴുതി കാണിച്ചേക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം എ. ശ്രദ്ധിച്ചോ. അപ്പോൾ ഫോഴ്സ് നമ്മൾ അളക്കാൻ പഠിച്ചു അല്ലേ? അപ്പോൾ ഫോഴ്സിന് ഒരു യൂണിറ്റ് വേണ്ടേ? അപ്പോൾ എന്തായിരിക്കും ഫോഴ്സിൻ്റെ യൂണിറ്റ്? നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? എം ഇൻറ്റു എ ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മുടെ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റേക്കാൾ ഒരു സെക്കൻഡ് കൂടും. ഈ പറയുന്ന കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ ഇത് കണ്ടുപിടിക്കാൻ സാധിച്ച ന്യൂട്ടൺ അല്ലേ? അതുകൊണ്ട് ന്യൂട്ടൻ്റെ സ്മരണാർത്ഥം നമ്മൾ എന്ത് വിളിച്ചു? ന്യൂട്ടൺ എന്ന് വിളിച്ചു. സോ ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ന്യൂട്ടൺ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്, അത് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ന്യൂട്ടൺ എന്നാണ്. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, എന്ന് വെച്ചാൽ അത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മളെന്താ ഒന്നുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ന്യൂട്ടൺ എന്താ പറഞ്ഞത്? ഒരു ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റത്തിലുണ്ടാകുന്ന ചേഞ്ച്, മൊമെൻറ്റത്തിലുണ്ടാകുന്ന ചേഞ്ചാണ് എന്ത്? ചേഞ്ച് ഇൻ മൊമെൻറ്റം. സമയത്തിനനുസരിച്ച് മൊമെൻറ്റം ചെയ്താൽ നമ്മൾ എന്ത് വിളിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് വിളിക്കും. ഇത് ആർക്ക് പ്രൊപ്പോർഷണലാണ്? അവിടെ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സിന് പ്രൊപ്പോർഷണലാണ്. സോ നമുക്ക് എഴുതാൻ പറ്റും ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് ആയ കെ ഇൻറ്റു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. അതിന് വി മൈനസ് യു ബൈ ടി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്ന് എഴുതാം. ഈ പറയുന്ന ഫോഴ്സ് നമ്മൾ അളക്കുന്ന യൂണിറ്റ് ആണ് എന്താ? ഇനി നമ്മൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വേണ്ട, എന്ത് മതി? ന്യൂട്ടൺ മതി. ഈ ന്യൂട്ടൺ എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്ന് വെച്ചാൽ ഫോഴ്സിന് ദിശയുണ്ടല്ലോ അല്ലേ? നമ്മളൊരു പ്രത്യേക ഡയറക്ഷണൽ ഫോഴ്സ് കൊടുക്കുമെന്നല്ലേ പറയാറ്. അപ്പം ചോദിച്ചു നോക്കിയേ, എന്താ അപ്പോൾ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറഞ്ഞേ, വാട്ട് ഈസ് 1 ന്യൂട്ടൺ? ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, നമുക്ക് ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണെന്ന് അറിയാമെങ്കിൽ എന്താ 1 ന്യൂട്ടൺ എന്ന് വെച്ചാൽ? നോക്കിക്കോടാ, ഫിസിക്സിനകത്ത് എപ്പോഴെങ്കിലും നിങ്ങളത്തെ ഏതെങ്കിലും യൂണിറ്റിൻ്റെ 1 എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും യൂണിറ്റിൻ്റെ 1, ഇപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ് എന്താണെന്നോ, 1 ന്യൂട്ടൺ എന്താണെന്നോ, 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഏത് യൂണിറ്റിൻ്റെയും 1 എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഫോർമുല എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? അത് എം ഇൻറ്റു എ ആണ്. ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? എം ഇൻറ്റു എ ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ കാണുന്ന ഈ ഓരോ വേരിയബിളിൻ്റെയും വാല്യൂ ഒന്നെന്ന് എഴുതുക. അതായത് എം ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ദെൻ ഫോഴ്സ് അപ്പോൾ എന്തായിരിക്കും? 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ. ആഹാ, കൊള്ളാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നോക്കിയേ, വാട്ട് ഈസ് 1 ന്യൂട്ടൺ? ഇറ്റ് ഈസ് ദ ഫോഴ്സ്
ഇറ്റ് ഈസ് ദ ഫോഴ്സ്, എന്തിനുള്ള ഫോഴ്സ്, ദാറ്റ് ഈസ് റിക്വയർഡ് ടു ഗീവ് ആൻ ആക്സിലറേഷൻ ഓഫ് 1 meter per second square ടു എ ബോഡി ഓഫ് മാസ് 1 kilogram. എന്താണ്, 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് 1 meter per second square ആക്സിലറേഷൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എത്രയാണോ ആ ഫോഴ്സാണ് എന്ത്, 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്നു 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ്. ഞാൻ ഇതിലേക്കൊരു ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്കും ഇവിടുത്തെ വെലോസിറ്റി ചേഞ്ച് ചെയ്ത് ഇവിടുത്തെ ആക്സിലറേഷൻ എത്രയായിട്ട് മാറി, 1 meter per second square ആക്സിലറേഷൻ ഉണ്ടായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത ഫോഴ്സ് എത്രയെന്ന് എനിക്ക് പറയാൻ പറ്റും, അത് 1 ന്യൂട്ടൺ എന്ന് പറയാൻ പറ്റും. ഇതാണ് ഡെഫിനിഷൻ. സോ വാട്ട് ഈസ് 1 ന്യൂട്ടൺ? ദ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ദാറ്റ് ഈസ് റിക്വയർഡ് എന്തിനു വേണ്ടിയിട്ട്, ടു പ്രൊഡ്യൂസ് an acceleration of 1 meter per second square on an object of mass 1 kilogram. That is m is equal to 1 kilogram, a is equal to 1 meter per second square, then force is equal to 1 ന്യൂട്ടൺ. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. സിമ്പിൾ ചോദ്യങ്ങളാണ്. A body of mass 12 kilogram is moving with an acceleration of 4 meter per second square. Calculate the force. അപ്പോൾ സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്, ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോഴ്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് ചോദ്യം കിട്ടിയാലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, തന്നിട്ടുള്ളത് എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ മാസ് തന്നിട്ടുണ്ട്, എത്രയാണത്, അത് 12 കിലോഗ്രാം ആണ്. അത് കാരണം ആ ഒബ്ജക്റ്റിലുണ്ടായ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, എത്രയാണ്, 4 meter per second square ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് ആണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. അപ്പോൾ എം എത്രയാണ് ഇവിടെ, 12 ആണ്. എ എത്രയാണ് ഇവിടെ, 4 ആണ്. 12 × 4 എത്രയാണ്, 48 ന്യൂട്ടൺ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. A force of 40 Newton is applied on a body of mass 20 kilogram. Calculate the acceleration produced. നേരത്തെ പറഞ്ഞത് തിരിച്ചിട്ടു. അതായത് ഞാനൊരു ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. എത്ര ഫോഴ്സ് കൊടുത്തു, 40 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. എഴുതുമ്പോൾ യൂണിറ്റ് എഴുതാൻ മറക്കല്ലേ. അത് കാരണം ഈ ഒബ്ജക്റ്റിന് ഒരു ആക്സിലറേഷൻ ഉണ്ടായി. പക്ഷേ ആ ഒബ്ജക്റ്റിൻ്റെ മാസ് വന്നിട്ടുണ്ട്, എത്രയാണത്, 20 കിലോഗ്രാം ആണ് മാസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായ ആക്സിലറേഷൻ എത്ര എന്നതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ഇക്വേഷൻ എഴുതുക, എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, എം എ ആണ്. ഇത് കണ്ടുപിടിക്കാനുള്ളത് എ ആണ്. അപ്പോൾ കൂടെ ഉള്ള എം എന്ത് ചെയ്യും, ഈക്വൽ ടു ഇപ്പുറത്ത് പോകും. അപ്പോൾ ഈക്വൽ ടു ഇപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഒന്ന് തിരിച്ച് നമുക്ക് എഴുതാം. എ ഈസ് ഈക്വൽ ടു എന്താണ്, എഫ് ബൈ എം ആണ്. അവിടെ എഫ് എത്രയാണ്, 40 ആണ്. ബൈ എം എത്രയാണ്, 20 ആണ്. 0 0 വെട്ടി 4/2 2. സോ ആക്സിലറേഷൻ 2 meter per second square ആണ് നമ്മുടെ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. എ വെഹിക്കിൾ ഓഫ് മാസ് 1000 കിലോഗ്രാം. ഒരു വെഹിക്കിളുണ്ട്, ഒരു വണ്ടിയുണ്ട്. ഓക്കെ, ഒരു വലിയ വെഹിക്കിളാണ്. ഓക്കെ, ഒരു ലോറിയാണെന്ന് നമ്മൾ വിചാരിച്ചു. ലോറിയുണ്ട്. ഈ ലോറിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 1000 കിലോഗ്രാം ആണ്. അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, അത് 90 കിലോമീറ്റർ പെർ അവർ. അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലോറിയാണ്. ഓക്കെ, ദ വെഹിക്കിൾ കംസ് ടു റെസ്റ്റ്. ഓക്കെ, പെട്ടെന്ന് ആരോ കൈ കാണിച്ചു, അല്ലെ പോലീസ് പിടിച്ചു. എന്ത് ചെയ്തു, വണ്ടി റെസ്റ്റിലേക്ക് വന്നു. റെസ്റ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ വെലോസിറ്റി എത്രയാണ്, 0 എത്തി. എത്ര സമയം കൊണ്ടാണ് ഇത് എത്തിയെന്ന് പറയുന്നത്, 5 സെക്കൻഡ് കൊണ്ടാണ് എത്തിയെന്ന്. ഇവിടെ 5 ഉണ്ട് കേട്ടോ, 5 സെക്കൻഡ് കൊണ്ട് എത്തിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ബ്രേക്ക് പിടിച്ചപ്പോൾ കൊടുത്ത ഫോഴ്സ് എത്രയെന്നാണ് ചോദ്യം. ഈ ടൈപ്പ് ചോദ്യം നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട് അല്ലേ. സംഭവം ഇവിടെ ഫോഴ്സ് കണ്ടുപിടിച്ചില്ല, പക്ഷെ നമ്മൾ ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിച്ചു. ചേഞ്ച് ഓഫ് മൊമെൻറ്റം തന്നെയാണ് ഒബ്ജക്റ്റിന് എന്തെന്ന് പറയുന്നത്, അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളാണ് പരിപാടി. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം അല്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്, മാസ് വന്നിട്ടുണ്ട്, എത്രയാണ്, 1000 കിലോഗ്രാം. ശരി, ഇനീഷ്യൽ വെലോസിറ്റി വന്നിട്ടുണ്ട് അല്ലേ, യു എത്രയാണ്, 90. യൂണിറ്റ് എന്താണ്, യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ ആണ്. ഈ കിലോമീറ്റർ പെർ അവർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ല. കിലോമീറ്റർ പെർ അവർ നമ്മൾ എന്തിലോട്ട് മാറ്റും, മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റും. എങ്ങനെ മാറ്റും, 5/18 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 90 നമ്മൾ എന്ത് ചെയ്യുകയാണ്, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് അല്ലേ. അപ്പോൾ എത്രയാണ്, വെട്ടിപ്പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും, 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും യു. അപ്പോൾ വി എത്രയാണ്, ഒബ്ജക്റ്റ് റെസ്റ്റിലല്ലേ എത്തി. അപ്പോൾ 0 മീറ്റർ പെർ സെക്കൻഡ്. അവിടെ 0 കിലോമീറ്റർ പെർ അവർ ആയാലും മീറ്റർ പെർ സെക്കൻഡ് ആയാലും 0 അല്ലേ, കാര്യമില്ല. അപ്പോൾ അതിനുവേണ്ടി എടുത്ത സമയവും തന്നിട്ടുണ്ട്. എത്രയാണ് സമയം, 5 സെക്കൻഡ് സമയം കൊണ്ടാണ് സംഭവിച്ചത്.
അപ്പോൾ ഇത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബാക്കി ചെയ്യാം. ബാക്കി എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്തുവാണ്? ഫോഴ്സ് ആണ് അല്ലേ? അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഫോർമുല എഫ് ഈസ് ഈക്വൽ ടു എം എഴുതണോ? വേണ്ട. ഞാൻ ആദ്യത്തെ ഫോർമുല തന്നെ എഴുതാം. എന്താണ്? എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. അതല്ല റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ആ ഫോർമുല ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? എം 1000 ഇൻറ്റു വി എത്ര? 0 മൈനസ് യു എത്ര? 25 ബൈ ടി എത്ര? 5. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1000 ഇൻറ്റു 0 മൈനസ് 25. 25 എന്ന് എഴുതുന്നത് മൈനസ് 25 25 ബൈ 5. 25 ബൈ 5 എത്ര? 5. അപ്പോൾ എത്രയാണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു മൈനസ് 5 എത്രയാണ്? മൈനസ് 5000 ന്യൂട്ടൺ. മൈനസ് 5000 ന്യൂട്ടൺ ആണ് എന്ത്? ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഓഫ് മാസ് 10 കിലോഗ്രാം ചേഞ്ചസ് ഫ്രം 6 മീറ്റർ പെർ സെക്കൻഡ് ടു 18 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 4 സെക്കൻഡ്. ഇപ്പോൾ ചെയ്ത ചോദ്യം പോലത്തെ സാധനം അല്ലേ? സിമ്പിളാണ്. കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിക്കുക, ഫോഴ്സ് കണ്ടുപിടിക്കുക, ആക്സിലറേഷൻ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കുക? വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ആഫ്റ്റർ 6 സെക്കൻഡ്സ്. അതായത് 4 സെക്കൻഡ് കൊടുത്തപ്പോഴാണ് 6 നിന്ന് എത്രയിലോട്ട് മാറിയത്? 16 മാറിയത്. 4 സെക്കൻഡ് കൊടുത്തത്. അങ്ങനെയല്ല 6 സെക്കൻഡ് കൊടുക്കുമ്പോൾ അവിടുത്തെ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം എത്രയെന്നാണ്. അതായത് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. സിമ്പിളാണ്. ക്വസ്റ്റ്യൻ വലുതാന്ന് തോന്നിയിട്ട് പാടൊന്നുമില്ല. സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തങ്ങോട്ട് എഴുതുക. അത്രേ നമ്മുടെ ജോലിയുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഐഡിയ കിട്ടി വരും. അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒബ്ജക്റ്റിൻ്റെ മാസ് വന്നിട്ടുണ്ട് അല്ലേ? ഒബ്ജക്റ്റിൻ്റെ മാസ് എത്രയാണ്? മാസ് 10 കിലോഗ്രാം ആണ് മാസ്. ഓക്കെ. ഒബ്ജക്റ്റ് ആദ്യം പൊയ്ക്കൊണ്ടിരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അവസാനം എത്തിയ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എത്ര സമയം കൊണ്ടാണ് ഇത് എത്തിയത്? 4 സെക്കൻഡ് കൊണ്ടാണ് എത്തിയത്. അങ്ങനെയാണെങ്കിൽ എ പാർട്ട് ക്വസ്റ്റിന് ചോദിച്ചുള്ളൂ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ്. നമുക്കറിയാം അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? എം ഇൻറ്റു വി മൈനസ് യു ബൈ എന്താണ്? ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എത്ര? 10 ഇൻറ്റു വി എത്രയാണ്? 18 മൈനസ് 6 ബൈ 4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 18 നമ്മൾ എത്ര കുറയ്ക്കുകയാണ്? 6 കുറയ്ക്കുകയാണ് അല്ലേ? 18 6 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 12 കിട്ടും അല്ലേ? 18 6 വെച്ചാൽ 12 അല്ലേ? 12 13 14 15 16 17 18. ഓക്കെ. ബൈ എത്രയാണ്? 4 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ 10 ഇൻറ്റു 12 ബൈ 4. ഓക്കെ. അപ്പോൾ 10 ഇൻറ്റു 12 120. 120 ബൈ 4 എത്രയാണ്? 30 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ എത്ര കിട്ടും? 30 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എത്രയാണ്? 30 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ബി പാർട്ട് അവിടെ കിട്ടി, എ പാർട്ട് കിട്ടി. ബി പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ്? സെക്കൻഡ് ലോയിൽ എന്താണ് പറയുന്നത്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എത്ര തന്നെ ആയിരിക്കും? 30 ന്യൂട്ടൺ ആയിരിക്കും ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. എത്രയാണ്? 30 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി പാർട്ട് സി പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ആക്സിലറേഷൻ? ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? വി മൈനസ് യു ബൈ ടി അല്ലേ? ഇവിടെ വി എത്ര? 18 മൈനസ് യു എത്ര? 6 ബൈ ടി എത്ര? 4. 18 നിന്ന് 6 പോയി കഴിഞ്ഞാൽ 12 ബൈ 4 എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ത്? ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഫോഴ്സ് 30 ന്യൂട്ടൺ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് 30 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം വാട്ട് വിൽ ബി ഇറ്റ്സ് വെലോസിറ്റി ഇഫ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഫോർ 6 സെക്കൻഡ്സ്? 6 സെക്കൻഡ് ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എത്രയാണ്? നമ്മൾ പഠിച്ചതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന ഇക്വേഷൻ എന്നൊക്കെ റീ അറേഞ്ച് ഒന്നും ചെയ്ത് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സിമ്പിൾ വഴിയുണ്ടല്ലോ. എന്താണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അതിൽ നമുക്ക് വി കിട്ടൂല. യു എത്ര? യു മാറ്റമൊന്നുമില്ല, 6 തന്നെ. പ്ലസ് ആക്സിലറേഷൻ എത്ര? നമുക്ക് കിട്ടി 3 ഇൻറ്റു ടൈം എത്ര? 6. ഇവിടെ ടൈം എന്ത് ചെയ്യരുത്? ഇത് ഈ 4 എടുത്ത് കളയരുത്. ടൈം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? 6 സെക്കൻഡ് കൊടുത്തപ്പോൾ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് തന്നെ കൊടുക്കണം. അപ്പോൾ എത്ര? 6 പ്ലസ് 3 ഇൻറ്റു 6 എത്ര? 18. 18 പ്ലസ് 6 എത്ര? 24 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഫൈനൽ വെലോസിറ്റി. അതായത് ഈ ഫോഴ്സ് നമ്മൾ 6 സെക്കൻഡ് സമയം കൊടുത്തിരുന്നെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എത്രയായിട്ട് മാറിയേനെ? 24 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറിയേനെ. അടുത്ത ചോദ്യം. എ ഷോട്ട് ഓഫ് മാസ് 7 കിലോഗ്രാം ഈസ് റോൾഡ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. നിരന്ന ഒരു സ്ഥലത്ത് നമ്മൾ 7 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ ഉരുട്ടി വിടുകയായിരുന്നു. ഉരുട്ടി വിട്ട വെലോസിറ്റി എന്ന് പറയുന്നത്, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്.
എന്നാൽ ഇത് ഉരുണ്ട് 5 സെക്കൻഡ് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി? 0 മീറ്റർ പെർ സെക്കൻഡ്, അഥവാ റെസ്റ്റിലോട്ട് മാറി. അങ്ങനെയാണെങ്കിൽ വിച്ച് ഫോഴ്സ് ബ്രോട്ട് ഇറ്റ് ടു റെസ്റ്റ്? ഒരു ഒബ്ജക്റ്റ് ഉരുണ്ട് പോകുമ്പോൾ അവിടെ കൊള്ളുന്ന ഫോഴ്സ് എന്തായിരിക്കും? സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും അല്ലേ? എനിക്കങ്ങനെ ഉത്തരം തോന്നുന്നത്. ചോദ്യത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിക്കാണ് ഈ ചോദ്യകർത്താവ് വിചാരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഉത്തരം എന്തായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും. കാരണം ഉരുണ്ട് പോകുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഗലീലിയോയുടെ ഒബ്സർവേഷൻ പഠിച്ചില്ലേ, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഉരുണ്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അതിനെ റെസ്റ്റിൽ കൊണ്ടുവന്നത്. എങ്കിൽ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ഇവിടെ നമുക്ക് മാസ് എത്രയാണ്? 7 കിലോഗ്രാം ആണ്. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ഓടി എത്ര എത്തി? റെസ്റ്റിലെത്തി. അതിനടുത്ത സമയം അല്ലേ, സമയം എന്ന് പറയുന്നത് എത്രയാണ്? 5 സെക്കൻഡ് ആണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് എത്രയായിരിക്കും? F is equal to m into v minus u by t അല്ലേ? ആ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? m എത്ര? 7 ഇൻറ്റു v എത്ര? 0 മൈനസ് u എത്ര? 2 ബൈ t എത്ര? 5. അപ്പോൾ എത്ര കിട്ടുന്നത്? അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എത്ര? 7 ഇൻറ്റു മൈനസ് 2 ബൈ 5. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം ഒരു -2.8 ന്യൂട്ടൺ എന്ന് കിട്ടും. എത്ര കിട്ടും? -2.8 ന്യൂട്ടൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇമ്പൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതെന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.